പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചരിത്രപ്രധാനമായ ഒരു വലിയ സംഭവത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ സംഭവത്തിന് ആധാരമായ ഒരു പടം നിങ്ങളെ കാണിച്ചുകൊണ്ട് അത് സംബന്ധമായ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പരിഗണിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ ചിത്രത്തിലേക്ക് നിങ്ങളെ ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതാ ആ ചിത്രം. കണ്ണു തുറന്ന് വായടച്ച് കണ്ടുകൊള്ളുവീൻ. ഈ ചിത്രത്തിൽ യേശുവിൻ്റെ രണ്ടാം വരവാണ് കാണിച്ചിരിക്കുന്നത്. യേശു ഇപ്പോൾ വന്നിരിക്കുന്നു. യേശു വന്നത് ഡൊണാൾഡ് ജെ ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ ക്രിസ്തീയ സഭകളുടെയും വിശ്വാസികളുടെയും മത്താണിയായ ഡൊണാൾഡ് ട്രംപിൻ്റെ രൂപത്തിലാണ്. ഇത് ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ്. ഇത് മറ്റാരും അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്ന ആക്ഷേപമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ അവകാശമാണ്. നമുക്കറിയാം, ഭാരതത്തിൽ നമ്മുടെ ആദരണീയനായ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി താൻ ബയോളജിക്കൽ ബർത്ത് അല്ല, താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് അല്ലെങ്കിൽ അവതാരമാണ് എന്ന അവകാശം ഉന്നയിച്ചിട്ട് നാളധികമായിട്ടില്ല. നാം അത് മറന്നിട്ടില്ല. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആകമാനമായ അഭിമാനവും ഇപ്പോൾ അവശേഷിക്കുന്ന ഏക സമ്പത്തുമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ന്യായമായും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് തന്നിൽ കൂടെ സാധിച്ചിരിക്കുന്നു എന്ന ചരിത്രപ്രധാനമായ വെളിപ്പെടുത്തൽ ഒരു ചിത്രത്തിൽ കൂടെ ആർക്കും തെറ്റിദ്ധരിക്കാൻ ഇടയാകാത്ത വിധത്തിൽ എല്ലാവരുടെയും വിശ്വാസത്തെ ആർജിക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ യേശു വന്ന് രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തതുപോലെ തന്നെ ഇതാ മരിച്ചു കിടക്കുന്ന ഒരുത്തനെ സൂര്യനെ പോലെ പ്രകാശം പരത്തുന്ന തൻ്റെ വലത് കൈകൊണ്ട് ആ കിടക്കുന്ന പുരുഷന്റെ നെറ്റിയിൽ കൈവച്ച് അവനെ ഉയർപ്പിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് സാധ്യമായി എന്നതിൻ്റെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഏറ്റവും വിശ്വസനീയമായ ആധികാരികമായ ഒരു തെളിവാണ്. ഇത് സ്വീകരിക്കാതിരിക്കാൻ നിങ്ങൾക്കോ എനിക്കോ സാധ്യമല്ല. കഴിഞ്ഞ 2000 വർഷമായി ക്രിസ്ത്യാനികൾ വളരെ പ്രത്യാശയോടെ കാത്തിരുന്ന ഒരു വലിയ സാധ്യതയാണ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളത്. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടും അവിടെ നിന്ന് ആളുകളോടും പറഞ്ഞു, നിങ്ങൾ കാണുന്ന പോലെ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, കാണുന്നത് പോലെ ഞാൻ വീണ്ടും വരും, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. പക്ഷെ അവിടെ അല്പം ഒരു വ്യത്യാസം വന്നുപോയി. പോയതുപോലെ അല്ല എങ്കിലും അല്പം വ്യത്യാസത്തോടെ ഇതാ ക്രിസ്തു മടങ്ങി വന്നിരിക്കുന്നു. അത് നാം ആരും പ്രതീക്ഷിക്കാതിരുന്ന വിധത്തിലാണ് എങ്കിലും അത് സ്വീകരിക്കാതിരിക്കാൻ നമുക്കൊരു മാർഗമില്ല. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ട്രംപിൽ കൂടെ സാധിച്ചിരിക്കുന്നു എന്ന ഏറ്റവും ആഹ്ലാദജനകമായ വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ സംഭവിക്കുന്നതിൽ വേദപുസ്തകപരമായ ന്യായമുണ്ട്. അത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ആരംഭിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിൽ ആരും അവനെ തിരിച്ചറിഞ്ഞില്ല, അതുകൊണ്ട് ആരും അവനെ കൈക്കൊണ്ടില്ല എന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നമ്മൾ വിഭാവന ചെയ്യുന്നത് പോലെ അല്ല ദൈവം ചരിത്രത്തിൽ കാല് വയ്ക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകളെ ആകമാനം തകിടം മറിച്ചുകൊണ്ടാണ് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത്. യഹൂദന്മാർ അവരുടേതായ വിധത്തിൽ അവർക്ക് മശിഹായായി ഒരു വ്യക്തി വരുമെന്നും അവൻ
ഇന്ന വിധത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുമൊക്കെ വിഭാവന ചെയ്തിരുന്നു. പക്ഷെ അതിന് വളരെ വളരെ വിരുദ്ധമായിട്ടാണ്, തികച്ചും വ്യത്യസ്തമായ വിധത്തിലാണ് യേശു ജനനം കൊണ്ടത്, മാത്രവുമല്ല പിന്നെ പ്രവർത്തിച്ചത്. ആ ഒരു മർമ്മം, ആ ഒരു ന്യായം മനസ്സിൽ വെച്ചാൽ ഈ ഒരു സംഭവത്തെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ സാധിക്കും. കാരണം കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ വരണം, അങ്ങനെ വരണം, അങ്ങനെ വരാൻ ഒക്കത്തുള്ളൂ. അവൻ ആകാശമധ്യത്തിൽ വരും, മേഘാരൂഢനായിരിക്കും, അപ്പോൾ കാഹളമൂതും, ഇടിവെട്ടും, പടക്കം പൊട്ടിക്കും, അല്ലെങ്കിൽ അണുബോംബുണ്ടാകും, അല്ലെങ്കിൽ പർവ്വതം കുലുങ്ങി അവിടെ ചെന്ന് വീഴും എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ നമ്മുടെ പ്രതീക്ഷകളാണ്. പക്ഷെ ഇങ്ങനെയുള്ള പ്രതീക്ഷകളെ ആകമാനം കവച്ചു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ തകിടം പറിച്ചുകൊണ്ടാണ് ദൈവം ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നതാണ് വിശ്വസനീയമായ വേദപുസ്തക മർമ്മം തന്നെ. അപ്പോൾ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എപ്പോഴെങ്കിലും സംഭവിച്ചാൽ അത് ഇപ്രകാരമായിരിക്കുമെന്ന് ലോകത്തിൽ ഒരു വ്യക്തി പോലും വിശ്വസിക്കാത്ത ഒരവസ്ഥയാണ് ട്രംപിൻ്റെ രൂപത്തിൽ ക്രിസ്തു വരും എന്നുള്ളത്. ഇപ്പം ലോകത്തിൽ മറ്റേത് വ്യക്തിയുടെ രൂപത്തിലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് സംഭവിച്ചാൽ നമുക്ക് അത് വിശ്വസിക്കാൻ സാധിക്കും. പോട്ടെ, അല്പം മാജനിട്ടുകൊണ്ട് നമുക്കത് പൊത്തുവരുത്തത്തിലെങ്കിലും സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ട്രംപിൻ്റെ രൂപത്തിൽ ക്രിസ്തു വീണ്ടും വരുന്നു എന്ന് പറയുന്നത് നമുക്കൊരു വിധത്തിലും അമേരിക്കയിലാകട്ടെ, ഇവിടെയുള്ളവരാകട്ടെ, ഇറാഖിലുള്ളവരാകട്ടെ, ഇറാനിലുള്ളവരാകട്ടെ പ്രതീക്ഷിക്കാവുന്ന കാര്യമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേദപുസ്തക മർമ്മം തന്നെ മനുഷ്യന്റെ പ്രതീക്ഷകളെ കവച്ചു വെച്ചുകൊണ്ടാണ് ദൈവം ചരിത്രത്തിൽ പ്രവേശിക്കുന്നത് എന്ന മർമ്മം മനസ്സിലാക്കുന്നവർക്ക് ട്രംപിൻ്റെ ഈ അവകാശവാദത്തെ അത് അർഹിക്കുന്ന വിശ്വസനീയതയോടുകൂടെ സ്വീകരിക്കാൻ സാധിക്കുമെന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കിതൊന്നുമല്ല നിങ്ങളോട് പറയാൻ ഉള്ളത്. ട്രംപിൻ്റെ ഈ അവകാശം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ആദ്യമായി ചെയ്ത കാര്യം കേരളത്തിലുള്ള എല്ലാ മെത്രാന്മാരുടെയും ഓഫീസിൽ ഞാൻ വിളിച്ചു. അവരാരെങ്കിലും അവിടെ ഉണ്ടോ? ഇത് രാത്രിയിലാണ് ഞാൻ വിളിച്ചത്, അർദ്ധരാത്രിയിലാണ് വിളിച്ചത്. കാരണം യേശുവിൻ്റെ രണ്ടാം വരവിൽ ഇവരെല്ലാം സ്വർഗത്തിലൊക്കെ എടുക്കപ്പെടും എന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചോ? അങ്ങനെയാണെങ്കിൽ ഓരോ അരമനകളിലും വലിയ വലിയ യാത്രയായപ്പോൾ ഒക്കെ ഉണ്ടായിരിക്കും, എല്ലാവരും ഉണർന്നിരിക്കുമല്ലോ. അതുകൊണ്ട് അർദ്ധരാത്രിയെ വിളിക്കുന്നതിൽ എന്താണ് പറയുന്നത്, അപമര്യാദയൊന്നുമില്ല എന്നതുകൊണ്ട് രാത്രിയിൽ തന്നെ ഞാൻ വിളിച്ചു. എല്ലാ മെത്രാന്മാരും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ആരെയും ദേഹത്തോട് സ്വർഗത്തിലോട്ട് എടുത്തിട്ടില്ല. എല്ലാവരും ചക്ക വെട്ടിയിട്ടതുപോലെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അത് ഒരുത്തനെ പോലും മേപ്പോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനെനിക്ക് വലിയ വലിയ സങ്കടം തോന്നി. കാരണം ഇവർ എത്രയോ വലിയ പ്രതീക്ഷകളോടെ, അല്ലെങ്കിൽ വലിയ അവകാശവാദങ്ങളോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായി, യേശു നല്ല ഇടയനാണ്, നല്ല ഇടയൻ്റെ വടി സ്വർണം കൊണ്ടുണ്ടാക്കി ഇങ്ങനെ പിടിച്ചു കുത്തിക്കൊണ്ട് നടക്കുന്നവരാണ്, മറ്റാരും എടുക്കപ്പെട്ടില്ലെങ്കിൽ ഇവരെടുക്കപ്പെടും എന്ന ഒരു കടുത്ത വിശ്വാസത്തിലായിരുന്നു ഈ ഉള്ളവൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കോട്ടയത്ത് വിളിച്ചു. അവിടെ സാബു എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, വലിയ പരിശുദ്ധനാണ്, കൃഷിക്കാരനാണെങ്കിലും, അതായത് ഡ്രാഗൺ ഫ്രൂട്ടാണ് പുള്ളി കൃഷി ചെയ്യുന്നതെങ്കിലും ആത്മാക്കളെ നേടുന്നതിൽ സാബുവിനപ്പുറത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് സാബു എടുക്കപ്പെടുമെന്നുള്ളത് എനിക്ക് വലിയ നിശ്ചയമായിരുന്നു. നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. എടുക്കപ്പെട്ടില്ല. അതുകൊണ്ട് CSIക്കാർക്ക് ഇനി ആരുടെയും മുഖത്ത് നോക്കാൻ സാധ്യമല്ല. പിന്നെ ഞാൻ പുലാത്തീനിലൊന്ന് വിളിച്ചു നോക്കി. അവിടെ നമ്മുടെ അതിവിശുദ്ധനായ തിയഡോഷ്യസ് തിരുമേനി എടുക്കപ്പെട്ടോ, അദ്ദേഹവും ഇതേ അവസ്ഥയിലാണ്, സുഖ നിദ്രയിലാണ്. എടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മർത്തോമാക്കാർക്ക് CSIക്കാരെ നോക്കി പല്ലിക്കാൻ സാധ്യമല്ല എന്നത് CSIക്കാർക്കെങ്കിലും അല്പം ആശ്വാസം നൽകുന്നൊരു വസ്തുതയാണ്. പിന്നെ ഞാൻ കോട്ടയം ദേവലോക വരവനെ വിളിച്ചു നോക്കി. മറ്റാരെ എടുത്തില്ലെങ്കിലും അദ്ദേഹത്തെ എടുക്കും, മത്തായി 3-ാമനെ എടുക്കുമെന്നുള്ളത് നാം ഏവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കേട്ടാൽ കൈയൊക്കെ ഇട്ട് വിറപ്പിച്ച്, കേരളത്തിലുള്ള എല്ലാവരെയും വിറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു മാന്യദേഹമാണ്.
ഈ ദേവലോകം അരമനയിൽ കൊടികുത്തി വാഴുന്ന മത്തായി 3 അദ്ദേഹത്തെ എടുക്കുമെന്നുള്ളത് 100% ഞാൻ മനസ്സിലെഴുതി വെച്ച കാര്യമാണ്. അവിടെ വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം മൂക്ക് കുത്തി കിടന്നുറങ്ങുകയാണ്. എടുക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഓരോരുത്തരെയും വിളിച്ചു നോക്കി. തിരുവനന്തപുരത്ത് ഒരു ക്ലിമ്മീസ് ഉണ്ട്, അദ്ദേഹമെങ്കിലും എടുക്കപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരുത്തിനെ എടുത്തിട്ടില്ല, ഒരൊറ്റ മെത്രാനെയും എടുത്തിട്ടില്ല. അവരിങ്ങനെ കഴിയുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചെന്നാ പോട്ടെ, മെത്രാന്മാർ വേണ്ട, ക്രിസ്ത്യാനികൾ നമുക്കറിയാവുന്ന പലരെയും. അപ്പൊ നമുക്ക് എല്ലാവരും ഇവിടെ ഉണ്ട്, ഒരൊറ്റ വൃത്തിനെ പോലും എടുത്തിട്ടില്ല. അപ്പൊ അതെന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ സുവിശേഷത്തിൽ പറയുന്നത് 2 പേർ ഇങ്ങനെ ധാന്യം പൊടിച്ചുകൊണ്ടിരുന്നു, ഒരാൾ എടുക്കപ്പെട്ടു. 2 പേർ വയലിൽ അധ്വാനിച്ചു കൊണ്ടിരുന്നു, ഒരാൾ എടുക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സാഹചര്യത്തിൽ നിന്ന് മാത്രമാണ് ആളെ അങ്ങോട്ട് എടുക്കുന്നുള്ളൂ. കാരണം മടി പൂണ്ട് അനാവശ്യമായിട്ട് വലിച്ചു വാരി തിന്ന് കാലിനിടെ കൈവച്ച് കിടന്ന് ഉറങ്ങുന്നവരെ സ്വർഗത്തിൽ വലിയ പ്രയോജനമൊന്നുമില്ല, ആരെയും അങ്ങോട്ട് എടുക്കത്തില്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാനുള്ള ആ മനസ്സാണ്. അത് യേശു പറഞ്ഞതുമാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 45-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യാനാണ് വന്നത്. അപ്പൊ ജോലി ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത് നല്ലതാണ്. ക്രിസ്ത്യാനിക്ക് വളരെ അസ്വീകാര്യമായൊരു കാര്യമാണ്, ക്രിസ്ത്യാനിക്ക് വിഷമം വരുന്നൊരു കാര്യമാണ് ശരീരം വേണമെങ്കിൽ ജോലി ചെയ്യുക എന്നത്. അപ്പം അങ്ങനെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് ആരെങ്കിലും എടുക്കാൻ നോക്കിയാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് ആരെയും കിട്ടത്തില്ല, ഈ ഉള്ളവനെയും അത് കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കാം നമ്മളൊക്കെ ഇപ്പോഴിങ്ങനെ കർത്താവിൻ്റെ 2ാം വരവ് നടന്നിട്ടും വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടവരായ നമ്മുടെ ഇടയിൽ ആരും ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് ഞാനിപ്പോൾ സങ്കടപ്പെട്ടിട്ടാണ്. സഹിക്കാൻ വയ്യാത്ത സങ്കടം ഹൃദയത്തിൽ ഒന്ന് തണുത്ത് കിട്ടണമെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പങ്കിടണം. അതുകൊണ്ട് ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും ഇനിയും ക്രിസ്ത്യാനികൾക്ക് ഒരാശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 2000 വർഷമായിട്ട് ക്രിസ്തു വരുമെന്ന് പറഞ്ഞ് വന്നില്ല എന്ന് പറഞ്ഞ് പലരും അവരെ ഊശിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തു ഇപ്പോൾ വരും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, ഇതുവരെ വന്നില്ലല്ലോ, നിങ്ങൾ വെറും കള്ളം പറയുന്നവരല്ലേ, നിങ്ങൾ കള്ളം വിശ്വസിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ, പ്രത്യേകിച്ച് RSSകാരൊക്കെ അവരെ ക്രിസ്ത്യാനികളെ ഊശിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി ആരും ക്രിസ്ത്യാനികളെ നോക്കി നിങ്ങളുടെ ക്രിസ്തു വീണ്ടും വരുന്നവനല്ല, അവൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനല്ല എന്ന് പറയാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ 2ാം വരവ് ഇതാ നടന്നിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ സ്വഭാവം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതാ ചരിത്രത്തിൽ കാലൂന്നി നിൽക്കുന്നു. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഗതി മാറാൻ പോവുകയാണ്. പക്ഷേ ഏത് ഗതിയിലോട്ട്, ഏത് ദിശയിലേക്ക് ഇത് പോകുമെന്നറിയില്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കർത്താവായ യേശു ക്രിസ്തു ആദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഗതികേടായിരുന്നു. 2ാമത് വരുമ്പോഴും ഏതാണ്ട് അപ്രകാരം തന്നെ ആകുന്നൊരു ലക്ഷണമാണ് ട്രംപിൻ്റെ പോക്ക് വെച്ചിട്ട്. പിന്നെ ഒരു കാര്യം നമുക്ക് അവഗണിക്കാൻ സാധ്യം. ഇപ്പൊ യേശുവിൻ്റെ 2ാം വരവാണ് ട്രംപ് എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഹ്രസ്വമായി വീഡിയോ അവസാനിപ്പിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ ആദ്യത്തെ വരവിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ഏതാണ്ട് 2000-ൽ പരം ശിശുക്കൾ കൊല ചെയ്യപ്പെട്ടു. അത് ട്രംപിന്റെ രൂപത്തിൽ യേശുവിൻ്റെ 2ാം വരവിൽ നടന്നല്ലോ. ഇപ്പൊ അതിനേക്കാൾ യേശു അന്ന് വന്നതിനേക്കാൾ എത്രയോ ഗംഭീരമായിട്ടാണ്. ഇപ്പൊ ഗാസയിലാണെങ്കിലും ലെബനോണിലാണെങ്കിലും ഇറാനിലൊക്കെ ആണെങ്കിലും അന്ന് 2000 ആണെങ്കിൽ ഇന്ന് അതിലൊക്കെ എത്രയോ അങ്ങോട്ട് പോയി. അപ്പൊ യേശുവിൻ്റെ 2ാം വരവ് ഇത് തന്നെയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ശിശുക്കളുടെ കൊലപാതകം. അതുപോലെ തന്നെ യേശുവിൻ്റെ 2ാം വരവ് കൊണ്ട് ഒരു സ്ത്രീ ആയിരുന്ന മറിയയുടെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കിടക്കും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് അവളുടെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കിടക്കും. ഇപ്പൊ ട്രംപ് പ്രസിഡന്റ് ആയതുകൊണ്ട് എത്രയോ സ്ത്രീകളുടെ ഹൃദയത്തിൽ കൂടെ വാളുകൾ കാണും. അപ്പോൾ അന്ന് യേശു വന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വീര്യത്തിലാണ് ഇപ്പോൾ 2ാമത് യേശു ട്രംപിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല.
ഇതാ ശിശുക്കൾ കൊല്ലപ്പെടുന്നു, സ്ത്രീകളുടെ ഹൃദയത്തിൽ കൂടെ വാള് കിടക്കുന്നു. പിന്നെ അന്ന് റാഹേലിന് ആശ്വാസം സ്വീകരിപ്പാൻ മനസ്സില്ലാതെ ആ പ്രദേശമാകെ രോദനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്നൊരു ചെറിയ സ്ഥലത്ത് രോദനം കൊണ്ട് നിറഞ്ഞെങ്കിൽ ഇന്ന് എത്രയോ ഇടത്താണ് രോദനം. അപ്പൊ എങ്ങനെ നോക്കിയാലും യേശുവിൻ്റെ ആദ്യത്തെ വരവിനും രണ്ടാമത്തെ വരവിനും സമാന്തരമായ വിധത്തിൽ ഒന്നാണ് മറ്റേതാണിത് എന്ന് തെളിയിക്കത്തക്കവണ്ണമുള്ള വിധത്തിലാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഇപ്പോൾ ഡൊണാൾഡ് ജെ ട്രംപിൽ കൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ക്രിസ്ത്യാനികളെങ്കിലും കൂട്ടാക്കണം. അതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. കാരണം ഇതുവരെ പറഞ്ഞതൊക്കെ വെറും പുകയായിരുന്നു എന്ന് നിങ്ങൾക്കിനിയും സമാധാനമായി ജീവിക്കാം എന്നൊരവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. പിന്നെ പോപ്പ് ലിയോ സൂക്ഷിച്ചോണം, ആരോടാ കളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ട്രംപിനെ വിമർശിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ യേശുവിൻ്റെ രണ്ടാമത്തെ വരവനോടാണ് കൊമ്പ് കോർക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ പിതാവ് പോപ്പ് ലിയോ മനസ്സിലാക്കണം. അല്ലെങ്കിൽ തടിക്ക് കേടാണ് എന്നും കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും ചരിത്രപ്രധാനമായ സംഭവത്തിന് സാക്ഷികളാകാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് എൻ്റെ എല്ലാ സന്തോഷങ്ങളെയും അറിയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ തനിരൂപമായ ഡൊണാൾഡ് ജെ ട്രംപ് എന്ന് പറയുന്ന രണ്ടാമത്തെ ക്രിസ്തു, പിന്നെ ഈ രണ്ടാമത്തെ ക്രിസ്തു അന്ത്യക്രിസ്തു ആണ് എന്നൊരു ചിന്തയുണ്ട്. അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. അന്ത്യക്രിസ്തു ആണ്. അപ്പോൾ ഇനി ആകെപ്പാടെ തീരുമാനിക്കാനുള്ള ഒരേ ഒരു കാര്യം, ഇത് അമേരിക്കൻ ക്രിസ്ത്യാനികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണോ അതോ അന്ത്യക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവാണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന മർമ്മം നമുക്ക് എവർക്കും അറിവുള്ളതാണല്ലോ. ഏതായാലും അമേരിക്കയിൽ ഇപ്പോൾ പല ആളുകളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് പോലെ ഇദ്ദേഹത്തിന് കാര്യമായ ഏതോ തകരാറുണ്ട്. ഇദ്ദേഹത്തിന് വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തക്കതായ വൈദ്യസഹായം എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ അതിനുള്ള സൗകര്യമില്ലെങ്കിൽ കേരളത്തിലുണ്ട്. ഇവിടെ ഉളംപാറയെന്നും കുതിരവട്ടമെന്നൊക്കെ പറഞ്ഞ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ ഇവിടെ വന്ന് രക്ഷപ്പെടാറുണ്ട്. അപ്പോൾ ഏതായാലും അമേരിക്കക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ആശ്വാസത്തിനായി വേണ്ട ഉദവികൾ ചെയ്യാൻ കേരള സർക്കാർ മുന്നോട്ട് വരും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും യേശുവിൻ്റെ രണ്ടാം വരവ് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ ഇത് യേശുവിൻ്റെ രണ്ടാം വരവാണോ അന്ത്യക്രിസ്തുവാണോ എന്ന ഒരു ചോദ്യം ഒരു കരിനിഴൽ പോലെ അവശേഷിക്കുന്നത് കൊണ്ട് ഇതിനെപ്പറ്റി വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കാനുള്ളതിന് കഴിവില്ല. അതിലൊരു വ്യക്തത വന്ന ശേഷം ഞാൻ എൻ്റെ നിലപാട് കൂടുതലായി വ്യക്തമാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളേവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന തത്വം ഒരിക്കൽ കൂടെ അവരെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദിയില്ല, വെറും നമസ്കാരം.